എന്തുട്ടാ നിന്റെ പേര്? മനോജ്. എന്തുട്ട്? മനോജ്. എന്തോരം പഠിച്ചു നീ? പ്രീ ഡിഗ്രി. കോൺസ്റ്റന്റ് ഫെയിൽഡോ? എടാ ജയിച്ചാ തോറ്റോന്ന്. തോറ്റു. അപ്പൊ സ്പൂട്ടായല്ലേ, നന്നായി. എവിടെ നിന്റെ വീട്? ഇരിങ്ങാലക്കുട. ഓ വിചാരിച്ചോളൂ, വല്ല പാരമ്പര്യം ഉണ്ട് നിനക്ക്. നിന്റെ കാരണന്മാരുടെ ആരെങ്കിലും ഫീൽഡ് ഉണ്ടായിരുന്നു? പിന്നെ ആരമ്മനെ ഐഡിയ നിങ്ങൾ എഴുതുള്ളൂ. നീ കക്കാന്ന് ടീച്ചറോളൂ നിന്റെ പേര്. ഇതൊന്നും ശരിയാവില്ല. ഇഞ്ചമ്പുളി കേസാണ്, കണ്ടതിനൊരു കള്ളലക്ഷണ. നീ അങ്ങനെ പറയല്ലേ. നീ എനിക്ക് വേണമെങ്കിൽ ഇതൊന്ന് ചെയ്. ഞാനവന് വാക്ക് കൊടുത്തു പോയി, അതാ. ദേ ആശാനെ, ആശാനൊരു ഒറ്റ ആളെ പറഞ്ഞോണ്ട് മാത്ര എനിക്കവനെ തീരെ പിടിച്ചിട്ടില്ലട്ടാ. അവസാനം ടടാസ്റ്റ് കേസാവും, അത് ഉറപ്പത്. എനിക്കറിയാം നീ എൻ്റെ വാക്ക് തട്ടില്ലാന്ന്. നീ ഗുരുത്തോളനാടാ. ഞാനെന്ന് ഇറങ്ങാം. നേരെ വൈകിയ മരുമോനോട് ആദ്യം കെട്ടിയവളുടെ തന്തപ്പടിയാണെങ്കിലും ഞാനൊരു പഴയ കള്ളനല്ലേടാ. അച്ഛനെ പോലെട്ടോ. ഈ ചാടിക്കടിക്കലേ ഉള്ളൂ. ആളൊരു തനി ശുദ്ധനാ. ആ മനഃശുദ്ധി അറിഞ്ഞിട്ടാ ഞാൻ കൂടെ നിർത്തിയതും ശാസ്ത്രം പഠിപ്പിച്ചതും. സഹജമായ വാസനയും പാരമ്പര്യം ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് എളുപ്പമായിരുന്നു മാത്രം. ആശാനെ ഇതൊക്കെ എന്തിനാടാ? ഞാൻ ഇറങ്ങട്ടേടാ. മോഷണമെന്ന ഈ അറിവിലേക്കുള്ള വഴി അത്ര നിസ്സാരമായി കരുതണ്ട. വളരെ ഗൗരവമുള്ളതും അപകടം പിടിച്ചതുമാണ്. ഗുരു കാരണവന്മാരുടെ അനുഗ്രഹമുണ്ടെങ്കിലേ വിദ്യ വിളങ്ങൂ. അത് മറക്കണ്ട. ഒക്കെ നോക്കിയും കണ്ടും പഠിക്കാം. ഗുരു പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുക. ഒക്കെ നന്നായി വരും. ഇതിന് വല്ല റിംഗ് ടോൺ എങ്ങാനാണോ? ഏയ് അല്ലല്ലേ. ഏയ് ഇത് ശരിക്കും ചുമ തന്നെയാണ്.